നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടം പാനിപൂരി കഴിക്കാനാണ്. നമ്മുടെ മക്കൾ എവിടെ പോയാലും പാനിപൂരി കണ്ടാൽ അത് അപ്പം വാങ്ങി കഴിക്കും. അത് നമുക്ക് ഉണ്ടാക്കാൻ പ്രയാസമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ പാനി ഉണ്ടാക്കണ ആ പൂരി ഇല്ലേ, അത് കിട്ടാനാണ് പ്രയാസം. അതിപ്പോൾ എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും. അതിൻ്റെ മസാലയും ഇത് പൊരിച്ചിട്ട് അതിൻ്റെ മസാലയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പൂരി, പാനിപൂരി. ഇത് പൊരിച്ചെടുത്താലാണ് കുടുക്ക പോലെ നല്ല മുരുമുര കിട്ടുന്നത്. ഇത് പൊരിച്ചാലാണ് കേട്ടോ. ഇത് നമുക്കിനി ഒന്ന് പൊരിച്ചെടുക്കാം. മക്കളെ, ഇത് പൊരിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമുക്കൊരു ചട്ടിയിൽ 1 ടേബിൾ സ്പൂണ് മല്ലി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിക്കാത്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എരിവ് തോനെ വേണ്ടവർക്ക് അധികം ഇട്ട് കൊടുക്കുക, എരിവ് കുറച്ച് വേണ്ടവർക്ക് 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറിയ തീ വെച്ചിട്ട് വറുത്തെടുക്കാം. മക്കളെ, മസാല വറന്നു നോക്കാൻ ഇങ്ങനെ ഇതാ പിടിച്ച് നോക്കുമ്പോൾ മല്ലി ഇങ്ങനെ പൊടിഞ്ഞ് വരണം, കണ്ടില്ലേ? ഇനി നമുക്കിത് എടുക്കാം. ഇതിന് ഇവിടെ ഇരിക്കട്ടെ, ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ. ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് പൂരി പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനിതിൽ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. മക്കളെ, എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പൂരി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ബലൂണ് വീർത്തതുപോലെ വീർത്ത് വരുന്നുണ്ട്. ഇത്രയല്ല കേട്ടോ, ഇനിയും വീർത്ത് വരുവേ. കണ്ടില്ലേ, ബോള് പോലെ ആയിപ്പാ. ഇനി നമുക്കിത് എടുക്കാം. നമുക്കിതെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൂരി മൊത്തം പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചത് പൊടിച്ചു കൊണ്ടുവരാം. ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മല്ലിയിലയും പുതിന ഇലയും പാടെ വലിയ ഒരു പിടി അളവ് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു വലിയ പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2-3 കീറിയിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരയാൻ പാകത്തിന് മാത്രം ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരു ഇലയും ഇല്ലാതെ അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് കൊണ്ടുവന്നത് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് തരിച്ചൊഴിക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ജാറ് കഴുകിയിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ട അതിൻ്റെ ചണ്ടിയൊക്കെ ഇതായി അരഞ്ഞ അരപ്പൊക്കെ ഉള്ളിൽ വെള്ളത്തിൽ കലങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചണ്ടിയായി, ഇത് നമുക്കിനി വേണ്ട. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന മസാലയിൽ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു വലിയ നാരങ്ങയുടെ പകുതി നീരിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു 1/4 കപ്പ് പുളി കുതിർത്തിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയിൽ കരടില്ല ഉള്ളത് കൊണ്ടാണ് തരിച്ചൊഴിച്ചത്. ഇനി നമുക്ക് ഈ കുനുകുന അരിഞ്ഞ ഉള്ളിയിൽ 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കി ഇടണം കേട്ടോ. നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം. നമ്മൾ പുളിയും നാരങ്ങ നീരൊക്കെ ഒഴിച്ചല്ലോ, അപ്പോൾ ലേശം കൂടുതൽ ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അതാണ് നോക്കി ഇട്ട് കൊടുത്താൽ മതി പറഞ്ഞത്. മക്കളെ, അങ്ങനെ നമ്മുടെ പാനിപൂരിയുടെ പാനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, കഷ്ണങ്ങളൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുനുകുന അരിഞ്ഞ ഒരു ഉള്ളിനെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ജീരകപ്പൊടി,
കാ ടീസ്പൂണ് കിര മസാല, കാ ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന ബാക്കിയുള്ള മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ചെറിയൊരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഉരുളക്കിഴങ്ങും മസാലയും ഒക്കെ ഒന്ന് മിക്സായി വരട്ടെ. ഇതുണ്ടല്ലേ മക്കളെ, മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മക്കളെ നമ്മുടെ പാനിപൂരിക്കുള്ളത് എല്ലാം അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒരെണ്ണം കയ്യിലെടുക്കുക, എടുത്തിട്ടിതാ ഇങ്ങനെ പൊട്ടിക്കുക. ഇനി മസാലയിൽ കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതാ ഇതിൽ മുക്കി ഇങ്ങനെ എടുക്കുക. ഞാൻ കഴിച്ചിട്ടും കാണിച്ചു തരാം. പാനിപൂരി റെഡി ആയിട്ടുണ്ടോ? എനിക്ക് നമ്മ എന്താണ് മക്കളെ ഇവനിക്ക് പാനിപൂരി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ റോഡ് സൈഡിലൊക്കെ കണ്ട അപ്പ കഴിക്കാൻ പോകും. അപ്പൊ ഇവനിക്ക് നമുക്കൊരു പാനിപൂരി വായിൽ കയറ്റി വെച്ച് കൊടുത്താലോ? അപ്പൊ നമുക്ക് ഒരെണ്ണം എടുത്ത് ഇങ്ങനെ പൊട്ടിക്കാം. ഇതാ കുറച്ച് മസാല ആക്കി വെക്കാം, കുറച്ച് തോനാക്കാം. എന്താ വെച്ചാൽ അവൻ്റെ കൊതി അങ്ങ് മാറട്ടെ. നിറച്ച് കഴിഞ്ഞിട്ടാ ഇനി മുക്കാം. ഇനി വായിലോട്ട് അങ്ങ് കുത്തി കയറ്റി വെച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട്? ഞാൻ കഴിച്ചതിനെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് പറയുന്നതേ, ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പോലെയുള്ള സ്വാദ് പുറത്തു പോയാൽ കിട്ടത്തില്ല എന്ന്. അപ്പം മക്കളെ പാനിപൂരി ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി കേട്ടാ. അപ്പം മക്കൾ ആരെങ്കിലും പാനിപൂരി വേണം പറഞ്ഞാൽ ഇതേപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി. റോഡ് സൈഡിലൊക്കെ കണ്ട മക്കൾ ചോദിക്കട്ടാ, അപ്പോൾ പറഞ്ഞാൽ മതി ഞാൻ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി തരാമെന്നിട്ടാ. ഇതേപോലെ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.